ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മഹാദേവ വർമ്മ സാറിന്റെ മകളെ ഞാൻ വിവാഹം ചെയ്തതുപോലെ നീ എന്റെ മകളെ വിവാഹം കഴിച്ചു. രണ്ട് വിവാഹങ്ങൾക്കും സാമ്യങ്ങൾ ഏറെയാണ്. പക്ഷെ രണ്ടും രണ്ട് രീതിയിൽ തന്നെ നടന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നീ എന്റെ മകളെ വിവാഹം കഴിച്ചതിൽ 100% എനിക്ക് ആത്മാർത്ഥമായ സന്തോഷം തന്നെയാണുള്ളത്. അതോടെ നിൽക്കട്ടെ, നിന്റെ കൂട്ടുകാരന്റെയും ഭാര്യയുടെയും മാരീഡ് ലൈഫിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടോ? സർ, അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടെന്നാ അവൻ പറഞ്ഞത്. പിന്നീട് ഞാൻ ഒന്നും അന്വേഷിച്ചില്ല സർ. അതെന്താ തിരക്കായിരുന്നത്? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ ആ ഭർത്താവ്? പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല. എന്താ അവരുടെ പേര്? കൃഷ്ണശങ്കറും സുനന്ദയും അല്ലേ? അതെ സർ, അതെ. അങ്ങനെ തന്നെയാണോ? അല്ലല്ലോ, ഹരിശങ്കറും വന്ദനയെന്നല്ലേ നീ പറഞ്ഞത്? മറന്നുപോയതാ സർ. ക്ലോസ് ഫ്രണ്ട്സിന്റെ പേരൊക്കെ അങ്ങനെ മറക്കൂ രാജു? അതോ ആ ഹരിശങ്കർ നീയും വന്ദന എന്റെ മകളുമാണോ? ആണല്ലേ? അല്ല സാർ, അത് ഞങ്ങള്... എന്തിനാണ് നീ എന്റെ മുമ്പിൽ തന്നെ നുണ പറയാൻ ശ്രമിക്കുന്നത്? നിനക്ക് കള്ളത്തരം പറയാൻ അറിയില്ലെന്നും എന്റെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞ് ഒരിക്കലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും നിന്നെക്കാളേറെ എനിക്ക് നന്നായിട്ടറിയാം. സാർ, അത്... നീയും എന്റെ മകളും തമ്മില് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. മറ്റൊരാൾ പറഞ്ഞാ ഞാനത് അറിഞ്ഞത്. അറിഞ്ഞപ്പോ എനിക്കത് വലിയ വിഷമമായി. അല്ല സാർ, അമ്മ ഉപേക്ഷിച്ചു പോയൊരു കുട്ടിയിലട അവൾ. അവളെ വളർത്തിയ ഒരച്ഛനല്ലേ രാജു ഞാൻ. അവൾ നിന്നെ സ്നേഹിച്ച് എല്ലാ എതിർപ്പുകളെയും ഭാവിക്കാതെ വിവാഹം കഴിക്കാൻ തയ്യാറായോളാ. നിനക്കും അവളോട് ഇഷ്ടം തന്നെയാ. എന്നോടുള്ള ബഹുമാനം കൊണ്ട് അത് പ്രേമമല്ലായിരുന്നു മാത്രം. നീ അവളുടെയും അവൾ നിന്റെയും ഭാഗ്യമാണ്. ഒരു കടലോളം സ്നേഹം അവൾക്ക് നിന്നോടുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയരുത്. നീ ഒരിക്കലും അവളെ കരയിപ്പിക്കരുത്. എന്തെങ്കിലും പിണക്കങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ അത് മാറിപ്പോവാനാ നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ ക്ഷേത്രത്തിൽ അർച്ചന നടത്തിയത്. ഞങ്ങള് തമ്മില് അങ്ങനെ പിണക്കങ്ങളൊന്നുമില്ല സാർ. ഉണ്ടാവരുത്. അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞു പോകുന്ന വാക്കാണിത്. പിണങ്ങരുത്, കേട്ടല്ലോ? എല്ലാം എങ്ങനെയൊക്കെയോ വന്നു ചേർന്നതാ. വർമ്മ സാറ് പറഞ്ഞതുപോലെ ദൈവഹിതം. ഒരിക്കലും ഋതിക മേഡത്തെ പോലെ ഇത്രയും വലിയ തറവാട്ടിലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പ്രത്യേകിച്ച് ഇത്രയും നല്ല സ്വഭാവമുള്ള ഋതിക മേഡത്തെ. പക്ഷേ ദൈവം ദേവതയെ പോലുള്ളൊരു പെൺകുട്ടിയെ എന്റെ ജീവിതത്തിലേക്ക് തന്നു. എനിക്കത് അർഹതപ്പെട്ടതല്ല എന്ന പേടിയില് ആ പെൺകുട്ടിയെ എനിക്ക് പ്രണയിക്കാൻ കഴിഞ്ഞില്ല. എന്നാ ഇപ്പൊ എനിക്ക് എന്റെ മേഡത്തോട് പ്രണയം തോന്നി തുടങ്ങി. പക്ഷെ
പക്ഷെ അത് തുറന്നു പറയാൻ എന്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല. ഭഗവാനെ, വിനായക, പ്രേമം തുറന്നു പറയാൻ എനിക്ക് കുറച്ച് ധൈര്യം തരണമേ. ഞാൻ ഒരു 10 വരെ ഞാൻ ഭഗവാനെ ഭഗവാനെ എന്ന് പറയുമ്പോ ഈ റോസാപ്പൂ താഴെ വീഴാണെങ്കിൽ, ഇന്ന് രാത്രിയില് ഞാൻ ആകാശത്ത് പൂർണ്ണ ചന്ദ്രനില് ഞാൻ എന്റെ ഋതികയെ കാണുകയാണെങ്കിൽ, ഞാൻ ഋതിക മേഡത്തോട് എന്റെ പ്രണയം തുറന്നു പറയും. ഞാൻ 10 പ്രാവശ്യം അവിടെ നിന്ന് ഭക്തിയോടെ വിളിക്കുക. റോസാപ്പൂ വീഴ്ത്തൂലോ. വിനായക, 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 വിനായക. അമ്മ എന്തെടുക്കുക? കണ്ടില്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിക്കുക. ഞാനിങ്ങോട്ട് വന്നതേ ഒരു ന്യൂസ് അറിഞ്ഞു, അതിനെ കുറിച്ച് ചോദിക്കാനാ. എന്താടാ? ഇപ്പൊ ക്ഷേത്ര കമ്മിറ്റി മെമ്പർ ശർമ്മ എന്നെ വിളിച്ചിരുന്നു. അയാൾ എന്നോടൊരു ന്യൂസ് പറഞ്ഞു. അയാള് വല്ല ചാനലിലെ ന്യൂസ് റീഡർ ആണോ നിന്നോട് ന്യൂസ് അറിയിക്കാൻ? കളിയാക്കിയതോ അതോ തമാശിച്ചതോ? രണ്ടും അല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാ. അമ്മേ, വല്യമാൻ അമ്പലത്തിൽ പോയിരുന്നു ആ ഋതികയ്ക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ.